ഹായ്, എല്ലാവർക്കും സ്വാഗതം. ട്രേഡിംഗിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്നാലോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു RSI സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? കേട്ടില്ലേ, 1 മിനിറ്റിൽ താഴെ അത്രയും സമയം മതി ഇത് പഠിച്ചെടുക്കാൻ. സത്യം പറഞ്ഞാൽ സമയമധികമില്ലാത്ത ട്രേഡർമാർക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ? ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ചാർട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. പേടിക്കണ്ട, വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്, ഞാൻ കാണിച്ചു തരാം. ദാ ഇത്രയുള്ളൂ സംഭവം. നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ചാർട്ട് എടുക്കുക. അവിടെ മുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ RSI എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ വരും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതങ്ങ് സെലക്ട് ചെയ്യുക. കഴിഞ്ഞു, നിങ്ങളുടെ ചാർട്ടിൽ RSI വന്നു. ഓക്കെ, RSI ചാർട്ടിൽ വന്നു. ഇനി അതിന്റെ സെറ്റിംഗ്സ് നോക്കാം. സത്യം പറഞ്ഞാലേ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സ്, അതായത് ആ 14, 30, 70 എന്ന നമ്പറുകൾ അത് അപ്പടിയേ വെച്ചാൽ മതി. ലോകത്തുള്ള മിക്ക ട്രേഡർമാരും ഉപയോഗിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മാറ്റാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ RSI ഇൻഡിക്കേറ്റർ ചാർട്ടിൽ റെഡിയായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ താഴെ കാണുന്ന ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ആ സിഗ്നലുകൾ എങ്ങനെ വായിച്ചെടുക്കാം? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ദാ ഈ RSIയുടെ കളി മുഴുവൻ ഈ 2 നമ്പറുകളിലാണ്, 70ഉം 30ഉം. ആ ലൈൻ എങ്ങാനും 70ന് മുകളിൽ പോയാൽ അതിന്റെ അർത്ഥം മാർക്കറ്റ് ഓവർബോട്ടായി എന്നാണ്. അതായത് ആളുകളൊക്കെ ഒരുപാട് വാങ്ങി വില അതിന്റെ ഒരു പീക്കിലെത്തി. ഇനി ഒരു തിരുത്തൽ, അതായത് ഒരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ഇനി നേരെ തിരിച്ച് ആ ലൈൻ 30ന് താഴെ വന്നാലോ? അപ്പോൾ അത് ഓവർസോൾഡായി. എന്നുവെച്ചാൽ ആളുകളൊക്കെ വിറ്റ് വില വല്ലാതെ താഴ്ന്നു, ഇനി ഒരു കയറ്റം പ്രതീക്ഷിക്കാം. സിമ്പിളല്ലേ? പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയൊരു ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. പല പുതിയ ട്രേഡർമാരും ചെയ്യുന്നൊരു അബദ്ധമാണിത്. RSI 70ന് മുകളിൽ പോയി ഉടനെ സെൽ ചെയ്യാം, അല്ലെങ്കിൽ 30ന് താഴെ വന്നു ഉടനെ വാങ്ങാം എന്ന് വിചാരിച്ച് ചാടിക്കേറി ട്രേഡ് എടുക്കും. ആരുത്, ഇതൊരു ഓട്ടോമാറ്റിക് സിഗ്നൽ അല്ല, ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചാൻസ് വരുന്നുണ്ടേ എന്നൊരു വാർണിംഗ് പോലെ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ സോണുകളിൽ എത്തുമ്പോൾ ട്രേഡ് എടുക്കരുത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? പിന്നെ എപ്പോഴാണ് നമ്മളൊരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യേണ്ടത്? ആ കറക്റ്റ് സിഗ്നൽ എവിടെ നിന്നും കിട്ടും? നമുക്കതിന്റെ ഉത്തരം നോക്കാം. അതെ, ആ ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. RSI ഒരു സോണിൽ എത്തി എന്നത് ഒരു സൂചന മാത്രമാണ്. അതിനെ ഒരു ട്രേഡാക്കി മാറ്റണമെങ്കിൽ നമുക്ക് വ്യക്തമായ ചില നിയമങ്ങൾ വേണം, ഒരു കൺഫർമേഷൻ വേണം. അപ്പോൾ ആ നിയമം എന്താണെന്ന് നോക്കാം. നമ്മുടെ എൻട്രി സ്ട്രാറ്റജിക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. സ്റ്റെപ്പ് 1, RSI ലൈൻ 70ന് മുകളിലോ 30ന് താഴെയോ ഉള്ള സോണിലേക്ക് കടക്കുന്നു. സ്റ്റെപ്പ് 2, അവിടെ കുറച്ചുനേരം നിന്നിട്ട് ആ ലൈൻ തിരിച്ച് ആ സോണിൽ നിന്ന് പുറത്തേക്ക് വരണം. ഉദാഹരണത്തിന് 70ന് മുകളിൽ നിന്ന് തിരിച്ച് 70ന് താഴേക്ക് വരണം. ഇനി സ്റ്റെപ്പ് 3, ഇതാണ് ഏറ്റവും പ്രധാനം. ഈ സമയത്ത് മുകളിലെ പ്രൈസ് ചാർട്ടിൽ ഒരു കാൻഡിൽ റിജക്ഷൻ കൂടി കാണണം. അതായത് വിലയെ മുകളിലേക്കോ താഴേക്കോ തള്ളുന്ന പോലെ ഒരു നീണ്ട വാലുള്ള കാൻഡിൽ. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മുടെ എൻട്രി പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ദാ ഈ ടേബിൾ നോക്കൂ. RSI 30ന്റെ താഴെ നിന്ന് തിരിച്ച് മുകളിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബൈ സിഗ്നലാണ്, നമ്മൾ വാങ്ങാനുള്ള അവസരം നോക്കും. ഇനി 70ന്റെ മുകളിൽ നിന്ന് തിരിച്ച് താഴേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സെൽ സിഗ്നലാണ്, നമ്മൾ വിൽക്കാനുള്ള അവസരം നോക്കും. വളരെ സിമ്പിൾ അല്ലേ? ശരി, ഇപ്പൊ പറഞ്ഞ നിയമങ്ങൾ മാത്രം വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങാം. പക്ഷേ നമുക്കിതിന്റെ കൃത്യത ഒന്നുകൂടി കൂട്ടിയാലോ? നമ്മുടെ ട്രേഡുകളിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ RSI സിഗ്നലിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ നമ്മൾ മറ്റ് 2 കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ ചേർക്കും. എന്തൊക്കെയാണെന്നല്ലേ? 1, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ. 2, ട്രെൻഡ് ലൈനുകൾ. ഇതിന്റെ ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു തടസ്സത്തിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ വെച്ചാണ് നമുക്ക് ഈ RSI സിഗ്നൽ കിട്ടുന്നതെങ്കിൽ ആ സിഗ്നലിന് ശക്തി കൂടും. ഇങ്ങനൊന്ന് ആലോചിച്ചു നോക്കൂ. RSI നമുക്കൊരു സെൽ സിഗ്നൽ തരുന്നു, അതായത് 70ൽ നിന്ന് താഴേക്ക് വരുന്നു. അതേസമയം വില മുകളിലെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലിൽ, അതായത് ഒരു ചുമരിൽ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായി? RSIയും പറയുന്നു താഴേക്ക് പോകാമെന്ന്, പ്രൈസ് ലെവലും പറയുന്നു താഴേക്ക് പോകാമെന്ന്. 2 സിഗ്നലുകളും ഒരേ കാര്യം പറയുമ്പോൾ നമ്മുടെ ട്രേഡിന്റെ വിജയസാധ്യത കൂടും. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ കൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. ശരി,
അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചുരുക്കി ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ആക്കാം. ഇനി നിങ്ങൾ എപ്പോൾ ട്രേഡ് എടുക്കാൻ പോകുമ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഇതാണ് നമ്മുടെ മാജിക് ഫോർമുല. 3 വാക്കുകൾ: സോൺ, കൺഫർമേഷൻ, ലെവൽ. ഏതൊരു ട്രേഡിനു മുൻപും നിങ്ങളോട് തന്നെ ചോദിക്കുക: 1. RSI കറക്റ്റ് സോണിൽ നിന്ന് പുറത്തു വന്നോ? 2. എനിക്ക് കാൻഡിൽ കൺഫർമേഷൻ കിട്ടിയോ? 3. ഇത് നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിൽ വെച്ചാണോ? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം യെസ് എന്നാണെങ്കിൽ അതൊരു ഹൈ ക്വാളിറ്റി ട്രേഡ് സെറ്റപ്പാണ്. അപ്പോ ഈ സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ്. നേരെ ചാർട്ടിലേക്ക് പോവുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക. പഴയ ചാർട്ടുകളിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കൂ. ഈ ഒരൊറ്റ സ്ട്രാറ്റജി നിങ്ങളുടെ ട്രേഡിംഗ് രീതിയെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് സ്വയം കണ്ടറിയൂ. അപ്പോ അടുത്തൊരറിവുമായി വീണ്ടും കാണാം.